Good evening all. ഏറ്റവും ബഹുമാന്യനായ ചീഫ് ഗസ്റ്റ് ISRO സയൻറ്റിസ്റ്റ് മിസ്റ്റർ സിജു സർ, കീഴ്വറമ്പ പഞ്ചായത്ത് പ്രസിഡന്റ് കാരങ്ങാട് അബൂബക്കർ മാസ്റ്റർ, SOHS അരീക്കോട് റെപ്രസെൻറ്റേറ്റീവ് മിസ്റ്റർ റഹ്മത്ത് മാടപ്പള്ളി, വൈറൽ സിംഗർ മിസ് അസിൻ വെള്ളില, പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, നാട്ടുകാർ, സഹപ്രവർത്തകർ, ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ കുട്ടികൾ, ബ്രെയിനി കിഡ്സിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും നിർണായക ഘട്ടമായ 10ാം വാർഷിക പരിപാടിയുടെ സ്റ്റേജിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരുപാട് സന്തോഷവും അഭിമാനവും തോന്നുന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ ഓരോ വർഷവും അടുത്ത വർഷത്തേക്കുള്ള ചവിട്ടുപടി തന്നെയായിരുന്നു. അതുപോലെ ഈ വർഷവും വരും വർഷത്തേക്കുള്ള ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അരീക്കോട് 10 വർഷം മുമ്പ് ഈ എഡ്യൂക്കേഷൻ സിസ്റ്റം ഞാൻ കൊണ്ടുവന്നപ്പോൾ എല്ലാവരും കരുതിയത് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സ്കൂളാണെന്നാണ്. ആ ഒരു തോട്ടിൽ നിന്ന് ഇന്ന് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ, മോണ്ടിസറി അപ്ലിക്കേഷൻ നൽകിയിട്ടില്ലെങ്കിൽ ചോദ്യം ചെയ്യുന്ന ഒരു സൊസൈറ്റിയെ കൂടി വാർത്തെടുത്തു എന്നതിൽ ഞാൻ വളരെയധികം അഭിമാനം കൊള്ളുന്നു. ഇടക്കാലത്ത് നിപ്പ, പ്രളയം, കൊറോണ തുടങ്ങിയിട്ടുള്ള പ്രതികൂല സാഹചര്യങ്ങൾ വന്നുപോയി. ആപ്ലിക്കേഷനിലൂടെ മാത്രം പഠനം സാധ്യമാകുന്ന മോണ്ടിസോറി സ്കൂളുകൾക്ക് അത് വലിയൊരു പ്രതിസന്ധി തന്നെയായിരുന്നു. പല സ്കൂളുകളും അടച്ചുപൂട്ടുകയുണ്ടായി. ആ ഒരു സമയത്തും സ്ട്രാറ്റജിക്കലി ഓൺലൈനിൽ പ്രാക്ടിക്കൽ എഡ്യൂക്കേഷൻ എങ്ങനെ സാധ്യമാകും എന്നുള്ളതിൽ വളരെയധികം റിസർച്ച് നടത്തി, പഠനങ്ങൾ നടത്തി, അത് അപ്ലൈ ചെയ്തു. പടിപടിയായി കുട്ടികളെ നോർമൽ സ്കൂളിങ്ങിലേക്ക് എത്തിക്കാൻ ആ ഒരു വലിയ പ്രതിസന്ധി കാലഘട്ടത്തും കഴിഞ്ഞു എന്നുള്ളതിൽ വളരെയധികം ചാരിതാർത്ഥ്യമുണ്ട്. ഇന്ന് 700ഓളം കുട്ടികൾ എൻറോൾമെൻറ്റ് ലിസ്റ്റിലുണ്ട്. KG കംപ്ലീറ്റ് ചെയ്തു പോയവർ, പാരൻസിൻ്റെ ജോബ് ട്രാൻസ്ഫർ, വീട് മാറ്റം ഇതൊക്കെ അഫക്റ്റ് ചെയ്ത കുട്ടികൾ, എബ്രോഡ് സെറ്റിൽഡ് ആയവർ, ഗ്രേഡ്സ് കംപ്ലീറ്റ് ചെയ്തു പോയവർ, ഇങ്ങനെയൊക്കെ കൂടി 700ഓളം കുട്ടികൾ എൻറോൾമെൻറ്റ് ലിസ്റ്റിലുണ്ട്. പോയവരെല്ലാം കൂടെ ഉണ്ടെങ്കിൽ അക്കൊമഡേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കണ്ടീഷനും കൂടെയാണ്. ഇന്ന് 2 ബ്ലോക്കിലായി 300-ലധികം കുട്ടികളും 45ഓളം സ്റ്റാഫുമായി ബ്രെയിനി കിഡ്സ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ മികച്ച ടീച്ചിങ് കമ്മ്യൂണിറ്റിയെ ഇൻഹൗസിൽ വാർത്തെടുക്കുന്നതിൽ ശ്രദ്ധിക്കുകയും നിരന്തരം അവരെ ഇവാലുവേറ്റ് ചെയ്ത് സ്കൂളിനും കുട്ടികൾക്കും മോണ്ടിസോറി സിസ്റ്റത്തിനും പാകമാക്കിയെടുക്കുന്നതിൽ വളരെയധികം ശ്രദ്ധ പുലർത്താറുണ്ട്. അവസരോചിതമായി ആവശ്യമായ എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തു കൊടുക്കാറുമുണ്ട്. സിസ്റ്റത്തിനോ സ്ഥാപനത്തിനോ യോജിക്കാത്ത ഐഡിയോളജിയുമായി നിൽക്കുന്നവരെ നിരന്തര ചർച്ചകളിലൂടെ ഈ കൾച്ചറിലേക്ക് സെറ്റാക്കിയെടുക്കാറുമുണ്ട്. പേഴ്സണൽ ആവശ്യമായോ സ്ഥലം മാറ്റം മൂലമോ ഏതെങ്കിലും ടീച്ചേഴ്സ്, അധ്യാപകർ ഡ്രോപ്പ് ഔട്ട് ആവുകയാണെങ്കിൽ അതിനേക്കാൾ മെച്ചത്തോടെയുള്ള ടീച്ചിങ് മികവുള്ള അധ്യാപകരെ കൊണ്ടുവന്ന് അവർക്ക് വേണ്ട പ്രാക്ടീസ് കൊടുത്ത് ആ ചെറിയ വിടവ് പോലും ഭംഗിയായി ഫില്ല് ചെയ്യാറുണ്ട്. ഒരിക്കലും അത് പഠനത്തെ, സ്കൂളിൻ്റെ സിസ്റ്റത്തെയോ അക്കാഡമിക് ആൻഡ് സിസ്റ്റമാറ്റിക് പ്രൊസീജിയറിന് യാതൊരുവിധ ഭംഗവും കോട്ടവും പറ്റാത്ത രീതിയിൽ നന്നായിട്ട് മാനേജ് ചെയ്യാറുണ്ട്. കാരണം ബ്രെയിനി കിഡ്സ് മോണ്ടിസോറി സ്കൂളിന് വലിയൊരു വിഷനാണുള്ളത്. ആ വിഷനിലേക്ക് എത്തിപ്പിടിക്കാനുള്ള എല്ലാവിധ ഫീച്ചേഴ്സും ബ്രെയിനി കിഡ്സിന് ഉണ്ട് എന്നത് തന്നെയാണ് ഇതിൻ്റെ ഫൗണ്ടർ എന്നുള്ള രീതിയിൽ എൻ്റെ ഉറച്ച വിശ്വാസം. സ്കൂളിന് ആവശ്യമായ സിസ്റ്റത്തിലൂടെ വളരെ ചിട്ടയോടെ നയിക്കുന്ന ശക്തമായ മാനേജ്മെൻറ്റ് സ്ട്രാറ്റജിയും കൃത്യമായ പ്രവർത്തനങ്ങൾ സ്ഥാപനത്തിനകത്തും പുറത്തും ഒരുപോലെ നടത്തുന്നതിൽ മാനേജ്മെൻറ്റ് എന്ന രീതിയിൽ അതീവ ശ്രദ്ധ പുലർത്താറുണ്ട്. ഓരോ രക്ഷിതാക്കളെയും മികച്ച രീതിയിൽ പരിഗണിക്കുകയും അവരുടെ നല്ല നല്ല അഭിപ്രായങ്ങൾ അതേ അളവിലും തൂക്കത്തിലും സ്വീകരിക്കുകയും പ്രാബല്യത്തിൽ വരുത്തേണ്ടതാണെങ്കിൽ അത് വരുത്തുകയും ഒഴിവാക്കേണ്ടതാണെങ്കിൽ ഒഴിവാക്കിയും അവരെ നിരന്തരം കണക്ട് ചെയ്തുകൊണ്ട് ബ്രെയിനി കിഡ്സ് കൂടെ തന്നെയുണ്ട്. കഴിഞ്ഞ വർഷത്തേതിൽ നിന്നും വ്യത്യസ്തമായി ഈ വർഷം ഫീൽഡ് ട്രിപ്പ്, അതായത് KG കുട്ടികൾക്ക് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ അടുത്തറിയാനും ലോവർ പ്രൈമറി സ്റ്റുഡൻസിന് പ്ലാനറ്റേറിയം സന്ദർശിച്ച് പഠനം സാധ്യമാക്കാനും, ഇനി നമ്മുടെ UP കുട്ടികൾക്ക് ISRO സന്ദർശിച്ച് കാര്യങ്ങൾ യഥേഷ്ടം നേരിട്ട് മനസ്സിലാക്കുവാനും ഫീൽഡ് ട്രിപ്പ് സാധ്യമാക്കുന്നു. അതുപോലെ സ്റ്റഡി ക്യാമ്പ്,
പാരൻസിന് വേണ്ടിയുള്ള പാരൻസ് ട്രെയിനിങ്, മന്ത്ലി അസസ്മെൻറ്റ്സ്, സ്റ്റുഡൻസ് മാത്ത് എക്സിബിഷൻ, വർക്ക്ഷീറ്റ് തുടങ്ങിയവ പ്രാബല്യത്തിൽ വരുത്തി. എല്ലാ വർഷത്തേതും പോലെ ആർട്സ്, സ്പോർട്സ്, ആനുവൽ ഡേ, എക്സാം, പ്രോഗ്രാംസ് ആൻഡ് സെലിബ്രേഷൻസ്, സപ്പോർട്ടിംഗ് ക്ലാസ്സസ്, LGS, UGS, എജു ഡ്രൈവ് പ്രാക്ടീസ് എന്നിവ വളരെ ഗംഭീരമായി നടത്തിപ്പോന്നു. ഓരോ മാസവും നടക്കുന്ന പ്രവർത്തനങ്ങളുടെ 20 പേജ് നീണ്ട ആനുവൽ റിപ്പോർട്ടാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഇത് വായിച്ച് കേൾക്കാനുള്ള ക്ഷമ നിങ്ങൾക്ക് ഈ ഒരു അവസരത്തിൽ ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇങ്ങനെ ഒതുക്കി പറയുന്നത്. കുട്ടികളുടെ സ്കൂളിലേക്കും തിരിച്ച് വീട്ടിലേക്കുമുള്ള യാത്രയെ ഭംഗിയാക്കാനും വളരെ സേഫ്റ്റി ആക്കാനും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഡ്രൈവേഴ്സും, ക്ലാസ്സുകളിൽ അവർക്ക് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും സഹായങ്ങളും ചെയ്തു കൊടുക്കുന്ന ആൻറ്റിമാരും മറ്റ് സപ്പോർട്ടിംഗ് സ്റ്റാഫ്സും അവരുടെയൊക്കെ ശ്രദ്ധയും കെയറിങ്ങും വേണ്ട രീതിയിൽ ബ്രെയിനി കിഡ്സ് ഉറപ്പുവരുത്താറുണ്ട്. ഓരോ അധ്യാപകർക്കും ഈ സ്ഥാപനം അവരുടേതാണ് എന്ന പ്രതീതിയും ആത്മാർത്ഥതയുമുണ്ട്. സത്യത്തിൽ അത് ഉണ്ടാക്കിയെടുക്കാൻ അവരറിയാതെ തന്നെ പിന്നിൽ ഞാൻ പ്രവർത്തിക്കാറുമുണ്ട്. അവർ കേൾക്കണ്ട. ഇനി ഇവിടെ സബോർഡിനേറ്റ്സിനെ അല്ല, സ്കൂളിനെ നയിക്കാൻ പര്യാപ്തമായ ലീഡേഴ്സിനെയാണ് നമ്മൾ വാർത്തെടുക്കുന്നത്. പുതിയ കുട്ടികളെ, അത് ഏത് പ്രായമാണെങ്കിലും ഏത് സാഹചര്യത്തിൽ നിന്നുള്ളതാണെങ്കിലും, ബ്രെയിനി കിഡ്സിലേക്ക് അഡ്മിഷൻ ചെയ്യുന്ന സമയത്ത് അവർ പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യുന്നതായി ഞങ്ങൾക്ക് മനസ്സിലാവാറുണ്ട്. എന്നാലും അവരുടെ ചില അക്കാഡമിക് പ്രോസസ്സിന് ചെറിയ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാറുണ്ട്. അത് മനസ്സിലാക്കി, പുതിയ അഡ്മിഷൻ ചെയ്യുന്ന കുട്ടികളോ അതല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ സ്കൂളിലേക്ക് വരുന്ന കുട്ടികളോ അത് മനസ്സിലാക്കി അവർക്ക് വേണ്ട സപ്പോർട്ടിംഗ് ക്ലാസ്സുകൾ നൽകാറുണ്ട്. കാരണം ബ്രെയിനി കിഡ്സ് മുന്നോട്ട് പോകുന്നത് കുറച്ച് ഫോർവേഡഡ് സിലബസിലായിട്ടാണ്. മറ്റുള്ള സ്കൂളിൽ നിന്നും സിലബസിൽ നിന്നും വരുന്ന കുട്ടികൾക്ക് ചെറിയൊരു പ്രയാസം നേരിടാനുള്ള കാരണം അവിടുത്തെ UKG സിലബസ് ആയിരിക്കും ഇവിടെ LKG ഫോളോ ചെയ്യുന്നത്. അവിടുത്തെ ഫസ്റ്റ് ഗ്രേഡ് ആണ് ഇവിടെ UKG ഫോളോ ചെയ്യുന്നത്. വിച്ച് മീൻസ് നമ്മളൊരു 1-2 വർഷം മുന്നേ ഫോർവേഡഡ് സിലബസിലാണ് പോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇൻ ബിറ്റ്വീൻ ക്ലാസ്സിലേക്ക് കയറി വരുന്ന 1-2 അല്ലെങ്കിൽ M3 വരുന്ന കുട്ടികൾക്കുള്ള പ്രയാസം ഞങ്ങൾ അഡീഷണൽ ക്ലാസ് കൊടുത്ത് സെറ്റാക്കി ബ്രെയിനി കിഡ്സിന്റെ കൾച്ചറിലേക്ക് ആക്കി തീർക്കുകയാണ് ചെയ്യാറുള്ളത്. അത് മറ്റുള്ള സ്കൂളിൻ്റെ ടീച്ചിങ്ങിലുള്ള കുറ്റമോ ബ്രെയിനി കിഡ്സിന്റെ ടീച്ചേഴ്സിന്റെ ടീച്ചിങ്ങിലുള്ള മെച്ചമോ അല്ല, സിസ്റ്റം അല്ലെങ്കിൽ കരിക്കുലത്തിലുള്ള വ്യത്യാസമാണ്. അത് വേണ്ട രീതിയിൽ പ്രോപ്പറായി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഏത് സ്കൂളിനും സാധ്യവുമാണ്. അതുപോലെ ഇവിടെ പ്രീ കെ ജി LKG UKG മോണ്ട് 1 മോണ്ട് 2 മോണ്ട് 3 എന്ന് പറയും. ഫുൾ മെറ്റീരിയൽ ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളും റിസൾട്ട് റിഫ്ലക്റ്റ് ചെയ്യാനായി നോട്ട്സുമാണ് പ്രൊവൈഡ് ചെയ്യാറുള്ളത്. ലോവർ പ്രൈമറി എന്ന് വെച്ചാൽ LP സെക്ഷനിൽ അപ്പാരറ്റസിലൂടെ ടെക്സ്റ്റ് ബുക്ക്, അതായത് ലാംഗ്വേജസിന് ടെക്സ്റ്റ് ബുക്സും സബ്ജക്ട്സിന് വർക്ക്ഷീറ്റുമാണ് നൽകുന്നത്. UP സെഷനിൽ, അതായത് 5th മുതൽ 7th വരെ പ്യോർ അബ്സ്ട്രാക്റ്റ് ഐഡിയോളജിയിലേക്കാണ് കുട്ടികളെ ഫോക്കസ് ചെയ്ത് കൊണ്ടുപോകുന്നത്. വലിയ സ്വപ്നങ്ങളാണ് ഞങ്ങളെ കുട്ടികൾക്കുള്ളത്. സയൻറ്റിസ്റ്റ്, ആർക്കിയോളജിസ്റ്റ്, ആന്ത്രപ്പോളജി, ആർട്ടിസ്റ്റ്, എഞ്ചിനീയർ, ആസ്ട്രോനട്ട്, മെറൈൻ എഞ്ചിനീയർ, പൊളിറ്റിക്സ്, ബിസിനസ് ഓൺട്രപ്രനേഴ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അവർ സ്വപ്നം കാണുന്നത്. അതുകൊണ്ടാണ് അവരുടെ സ്വപ്നങ്ങൾക്ക് കരുത്തേകാൻ ISRO തുടങ്ങിയിട്ടുള്ള കേന്ദ്രങ്ങളുമായി ബ്രെയിനി കിഡ്സ് കണക്ട് ചെയ്യുന്നത്. ബ്രെയിനി കിഡ്സ് യഥാർത്ഥത്തിൽ ഒരു പ്രയാണമാണ്. ബ്രെയിനി കിഡ്സിനെ കൈപിടിച്ചുയർത്താനല്ല, തോളിൽ കൈയിട്ട് കൂടെ നിൽക്കാൻ കുറച്ചാളുകൾ വേണം. ചേർന്ന് പ്രവർത്തിക്കാൻ, വികസിപ്പിക്കാൻ, ഭാഗമായി കൂടെ നിൽക്കാൻ പര്യാപ്തമായ ഒരു കൂട്ടം ആളുകൾ. ഇങ്ങനെ സംഭവിച്ചാൽ കേരളത്തിലെ ആദ്യത്തെ മോണ്ടിസറി ഇന്റഗ്രേഷനുള്ള സെക്കൻഡറി സ്കൂൾ എന്ന സ്വപ്നം ബ്രെയിനി കിഡ്സിന് സാക്ഷാത്കരിക്കാനാകും. ഇനി അതിലേക്കുള്ള പ്രയാണമാണ്. കൂടെ ഉണ്ടാവണം, ഇതുപോലെ ചേർന്ന് എല്ലാ പേരൻസും രക്ഷിതാക്കളും നാട്ടുകാരും അധ്യാപകരും കുട്ടികളും എല്ലാവരും കൂടെ ഉണ്ടാവണം. പ്രാർത്ഥനയോടെ കൂടെ നിൽക്കണം. ഒരു സ്ത്രീ, സാധാരണ മുസ്ലിം കുടുംബത്തെ ഒരു മലബാറി സ്ത്രീ ഒരു മതസംഘടനയുടെയോ രാഷ്ട്രീയ പാർട്ടിയുടെയോ ഓരം പിടിക്കാതെ ഒറ്റയ്ക്ക് നിന്ന് പൊരുതുകയാണ്. മനഃശക്തിയായി സ്നേഹമായി ഒക്കെ കൂടെ നിൽക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും ഈ നിമിഷം ഞാൻ ഓർക്കുകയും നന്ദി പറയുകയും ചെയ്തുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി നമ്മുടെ കുട്ടികളുടെയും അധ്യാപകരുടെയും
എൻ്റെയും കൂട്ടമായ പ്രവർത്തനത്തിൻ്റെ ആഘോഷവിരുന്നാണ്. പരിപാടിയുടെ അവസാനം വരെ കൂടെ ഇങ്ങനെ ചേർന്നിരിക്കണം. ഇത് കൂടിച്ചേരലിൻ്റെ അവസരം കൂടിയാണ്. എൻജോയ് ചെയ്ത് കൂട്ടുകാർക്കും വീട്ടുകാർക്കും നാട്ടുകാർക്കും ഒക്കെ ഒപ്പം നമ്മുടെ കുട്ടികളെ പ്രോഗ്രാംസ് നമുക്ക് ആസ്വദിക്കാം. ഏത് ആനുവൽ ഡേയിൽ നിന്നും വ്യത്യസ്തമായി എല്ലാ കുട്ടികളും അണിഞ്ഞൊരുങ്ങി അവരുടെ കൂട്ടുകാരുടെ പ്രോഗ്രാം കാണാനായിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. അതിനുള്ള അവസരം നമ്മൾ അവർക്ക് വേണ്ട രീതിയിൽ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവരെ നന്നായിട്ട് ടീച്ചേഴ്സ് മാനേജ് ചെയ്യുന്നുണ്ട്, ട്രീറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഒട്ടും പറയാവണ്ട, ഇന്നത്തെ രാത്രി അവരുടേതാണ്. പ്രോഗ്രാം കഴിഞ്ഞിട്ട് കൊണ്ടുപോയാൽ മതി കുട്ടികളെ. അതുവരെ നിങ്ങൾ അവിടെ ചേർന്നിരുന്നോളൂ. നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാരും കൂട്ടുകാരും നാട്ടുകാരുമായി ഈ ടുഗദർനെസ് ഹാപ്പിയസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ഒരു ഓർത്തു വെക്കാനുള്ള ഒരു നിമിഷമാക്കി കൂടി മാറ്റണമെന്ന് അപേക്ഷിക്കുകയാണ്. ഈ പരിപാടിയിൽ നിങ്ങളുടെ നിറഞ്ഞ സാന്നിധ്യം ഉടനീളം ഉണ്ടാവണമെന്നും ആവശ്യപ്പെടുന്നു. മുന്നോട്ടുള്ള ബ്രെയിനി കിഡ്സിൻ്റെ പ്രയാണത്തിൽ വേണ്ട രീതിയിൽ നല്ല രീതിയിൽ പ്രാർത്ഥനയോടെ കൂടെ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.